ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാതര സീരിയലിലെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മാഷാണെങ്കിൽ ഡോക്ടർ ദേവികനെ വിളിക്കാണ്. എന്റെ മോളെ ഒരു അമ്മയാവാൻ വേണ്ടി പോകാണ്. ഇത് ആദ്യം അറിയേണ്ടത് നിങ്ങളാണെന്ന് എനിക്ക് തോന്നി. ഞാൻ എന്റെ മോൾക്കൊരു കുഴപ്പമില്ലെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് പറയാനായിട്ട്. അതെ, ഇത് ആദ്യമായിട്ട് നിങ്ങൾ തന്നെയാണ് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കാണിച്ച ആ മനസ്സുണ്ടല്ലോ പണത്തിന് വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് നേടി? നിങ്ങളുടെ കൊച്ചുമകളെ കൊണ്ട് നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഓടി നടന്നല്ലോ. എന്നിട്ട് ആ കൊച്ചുമകളെ ചികിത്സിച്ച് രക്ഷിക്കാൻ എന്റെ മകള് വേണ്ടി വന്നില്ലേ? നിങ്ങൾക്കിത് ശിക്ഷയാണ്. ഇനി നിങ്ങളുടെ കൊച്ചുമകളുടെ മുഖം കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് എന്റെ മകളുടെ മുഖം ഓർമ്മ വരും. എന്റെ മകളെ, ഞാനൊരു മാഷാണ്. എന്റെ മകളെ ഞാൻ നീതിയും സത്യവും കൂട്ടി കുഴച്ചിട്ടാണ് ഇത്രയും നാള് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയത്. അത് അവള് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കാണിച്ചത് നിങ്ങളുടെ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് ഫോം ഒക്കെ ആയിട്ട് അത് കേട്ട് പൊട്ടിക്കരയാണ് ദേവിക. ശേഷം അവിടേക്ക് പ്രിയാമണ മാഷിനെ കെട്ടിപ്പിടിക്കേണ്ട മാഷെ, നമ്മൾ ജയിച്ചു മാഷെ, നമ്മൾ ജയിച്ചു, നമ്മൾ വിജയിച്ചു ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാട്ടോ. പിന്നീട് കാണിക്കുന്ന ഇഷിതേനെയാണ്. ഇഷിതയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ കൈവച്ച് ഡോക്ടർ പറഞ്ഞ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കാട്ടോ. തൻ്റെ പ്രഗ്നന്റ് ആണ് എന്ന് ഡോക്ടർ പറഞ്ഞ ആ ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത. മഹേഷിനോട് ചോദിക്കുന്നു, മഹേഷ്, ഞാൻ കാണുന്നത് സ്വപ്നമാണോ? സ്വപ്നമാണെങ്കിൽ ഒരിക്കലും എനിക്ക് എന്നെ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തല്ലേ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇഷിത. മഹേഷ് പറയുന്നുണ്ട്, എടോ, താൻ കാണുന്ന സ്വപ്നമൊന്നല്ല, യാഥാർത്ഥ്യമാണ് എന്ന് പറയാണ്. അതെ, തന്റെ വയറ്റിൽ നമ്മുടെ കുഞ്ഞുണ്ട്, അത് സ്വപ്നമല്ലടോ, സത്യമാണ് എന്നീ പറയാണ്. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു മഹേഷ്? തനിക്ക് ഓർമ്മയില്ലേടോ എനിക്ക് വയ്യാണ്ട് കിടന്ന ദിവസം രാത്രി എന്താ സംഭവിച്ചെന്ന്? അപ്പൊ ഇഷിത അതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഷോ, എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് പറയുമ്പോ, അതെ, അന്ന് മഞ്ജുമച്ചിനെ ചൂട് പിടിപ്പിക്കാനാണെങ്കിലും താൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ചില കാര്യങ്ങൾ നടക്കാൻ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്യേണ്ടി വരും. പിന്നെ നമ്മുടെ വീട്ടുകാരെ നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുത്തുകയും ചെയ്തു. അതായത് ടൂറ് പോവാതെ തന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുമെന്ന്. അത് ഇപ്പൊ ആയില്ലേ എന്ന് പറയാണ്. അതെ മഹേഷ്, എനിക്ക് സന്തോഷം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അത്ര സന്തോഷമുണ്ട് എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയാട്ടോ. അതിനുശേഷം കാണിക്കണം നമ്മുടെ സ്വപ്നവലിനെയാണ്. സ്വപ്നവലിനെ പറഞ്ഞിട്ട്, ഷോ, ഇതെന്താ രാമൻ ഇതുവരെ വിളിക്കാത്തത്? രാമനെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ്, മഹേഷിനെ വിളിച്ചിട്ട് ഫോൺ ബെല്ലടിക്കുന്നുണ്ടെങ്കിലും അവൻ എടുക്കുന്നില്ല. മഞ്ജിമ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് വീട്ടിലെ കാര്യങ്ങൾ എപ്പോഴാ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്? നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിയുമ്പോഴല്ലേ അമ്മ അറിയണത്. നിർത്തടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ രാമനാഥൻ അവിടേക്ക് വരുവാട്ടോ. രാമ, എന്താ ഫോൺ എടുക്കാത്തത്? ഞാൻ രാമന്റെ ഫോണിലോ മഹേഷിന്റെ ഫോണിലോ മാറി മാറി വിളിക്കുന്നു, നിങ്ങൾ എന്താ ഫോൺ എടുക്കാത്തത് എന്ന് സ്വപ്നവലി ചോദിക്കുമ്പോ, അതെ, നേരിട്ട് വന്ന് പറയാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ചിരിക്കുന്നോ? നിങ്ങൾ എന്താ ചിരിക്കുന്നത്? ഇഷിതയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? അവൾക്ക് എന്തു പറ്റി എന്നൊക്കെ ചോദിക്കുകയാണ്. ഇഷിതക്ക് ഒരു കുഴപ്പമുണ്ട്. എന്തു പറ്റി രാമ? ഇഷിതക്ക് എന്താ പറ്റിയത്? അതെ, ഒരു സന്തോഷമുള്ള കാര്യമാണോ? സന്തോഷമുള്ള കാര്യോ? അതെ, നമ്മൾ വീണ്ടും ഒരു മുത്തശ്ശനും മുത്തശ്ശിയാവാൻ പോകുന്നു. രാമ പറഞ്ഞത് സത്യം തന്നെയാണോ? അതേടോ, ഇഷിത പ്രഗ്നന്റ് ആണ് എന്ന് പറയാണ്. അത് കേൾക്കണം നമ്മുടെ സ്വപ്നയിൽ. ഈശ്വര മുരുക, നീ എന്റെ പ്രാർത്ഥന കേട്ടു. അല്ലല്ല, ചിപ്പിമോളുടെ പ്രാർത്ഥന കേട്ടു. എന്റെ ഈശ്വര, ഈ സന്തോഷം അടക്കി വെക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് ഇഷിതനെ കാണാൻ കൊതിയായി. അവൾ എവിടെ രാമ? അവള് പുറകെ വരുന്നുണ്ട്. ഞാനും പ്രിയാമണിയും ആശും കൂടി ഇങ്ങോട്ട് പോന്നു. അവനും അതുപോലെ തന്നെ ഇഷിതയും കൂടി പുറകെ തൊട്ടു പിന്നാലെ തന്നെ വരുന്നുണ്ട്. ഈശ്വര, അവള് ഇന്നലെ കണ്ട ഇഷിത അല്ലല്ലോ, ഇപ്പൊ ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോയില്ലേ, അവളെ കാണാൻ കൊതിയാവാ. മഞ്ജു പറയണ്ടേ, അവള് പ്രഗ്നന്റ് ആയിരുന്നോ? അവൾക്കൊരിക്കലും പ്രസവിക്കാനുള്ള കഴിവില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നവല്ലിയും രാമനാഥനും ചിരിക്കാണ്. ആര് പറഞ്ഞു നിന്നോട് അവൾക്ക് പ്രസവിക്കാനുള്ള കഴിവില്ലെന്ന്? അല്ല, അങ്ങനെയല്ലേ അവൾ പറയുന്നുണ്ടായിരുന്നത്. അവൾക്ക് പ്രസവിക്കാനുള്ള എല്ലാ കഴിവുണ്ട്, അവൾ നല്ലൊരു പെണ്ണാണ്. പിന്നെ അന്ന് അങ്ങനെ പറഞ്ഞതേ, അത് ആ മനസ്സിനെ അമ്മയുടെ ദുഷ്ടത്തരം കാരണമാണ് അത് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അവര് ഡോക്ടർക്ക് പൈസ കൊടുത്ത് മാധവിന്റെ ഇഷിതയുടെ വിവാഹം നടക്കാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാ അത്. മഞ്ജുമാകെ ഞെട്ടിപ്പോകാട്ടോ. നിങ്ങൾ പറഞ്ഞത് സത്യം തന്നെയാണോ? ഞങ്ങൾ ഇതിനെ നിന്നോട് നുണ പറയണത് എന്ന് പറയുമ്പോഴേക്കും മഞ്ജുമ വേഗം തന്നെ അകത്തേക്ക് പോകുകയാണ്. അപ്പോഴേക്കും നമ്മുടെ രാമനാഥൻ പറഞ്ഞു, അവള് വിളിക്കാൻ പോയത് രചനനായിരിക്കും ഈ കാര്യം പറയട്ടെ, ആരോട് വേണമെങ്കിലും പറയട്ടെ, ഈ ലോകം മുമ്പാടും അറിയട്ടെ, അത്ര സന്തോഷമുള്ള കാര്യമല്ലേ, ഇനി എല്ലാവരും ഇത് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നവലി പറയണ്ടേ, രാമ, നമുക്കൊന്ന് സന്തോഷം ആഘോഷിച്ചാലോ? എങ്ങനെ? കുറച്ച് മിക്സ് ചെയ്ത് അടിച്ചാലോ? അത് കൊള്ളാം, അത് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവര് കുറച്ച് അടിക്കാൻ വേണ്ടി അകത്ത് കയറി പോവാട്ടോ. അതിനുശേഷം കാണിക്കുന്നത് വീണ്ടും നമ്മുടെ ഇഷിതേനെയും അതുപോലെ മഹേഷിനെയാണ്. രണ്ടുപേരും കൂടി ചേർന്നിട്ട് ബീച്ചിലേക്ക് പോയിരിക്കാട്ടോ. ഇഷിത വീണ്ടും ആ കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയതും പോസിറ്റീവാണ്, പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്നുള്ള ആ ഒരു റിപ്പോർട്ടിനെ കുറിച്ചും അത് കണ്ടതിനെ കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇഷിത കേട്ടോ. എന്നിട്ട് കരയുന്നുണ്ട്. എടോ, താൻ എന്താടോ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കണത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹേഷ്. എനിക്ക് ഈ ലോകത്തോട് വിളിച്ചു കൂവാൻ തോന്നുക. ഞാനൊരു അമ്മയാവാൻ പോക. എടോ, താൻ അമ്മയാവാൻ പോകുകയല്ല, താനൊരു അമ്മയായി കഴിഞ്ഞു.
തന്റെ വയറ്റിൽ ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. സത്യം പറഞ്ഞ ഡെലിവറി കഴിയുമ്പോഴൊരു ഒരു പെണ്ണ് അമ്മയാവുന്നത്. ആ കുഞ്ഞ് വയറ്റിൽ ജനിക്കുമ്പോ തന്നെ ഒരു പെണ്ണ് അമ്മയായി കഴിഞ്ഞടോ. കാരണം വെച്ചാല് ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അനക്കവും കുഞ്ഞിന്റെ ചലനങ്ങളും അമ്മക്ക് അറിയാൻ പറ്റും. ആ ഒരു ജീവന്റെ തുടിപ്പ്. അപ്പൊ അവൾ അമ്മയായി കഴിഞ്ഞില്ലേ, താനൊരു അമ്മയായടോ എന്ന് പറയാണ്. താൻ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു താനൊരു അമ്മയായെന്ന്. അത് മാത്രല്ല, താൻ അതിനു വേണ്ടി ഞാൻ ഇവിടെ കൊണ്ടുവന്നത് നമ്മുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഇതുപോലെ ഒച്ചത്തി വിളിച്ചു പറയാൻ പറ്റുന്ന സ്ഥലം വേറെ എവിടെ ഇല്ലല്ലാടോ. താൻ ഒച്ചത്തി പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറയാം, അതെ ഇഷിത ഒരു അമ്മയാവാൻ പോവാണേ എന്ന് മഹേഷ് ഒച്ചത്തിൽ വിളിച്ചു പറയാട്ടോ. മഹേഷ്, എന്നാലും ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് ഇത്ര പെട്ടെന്ന് ഫലം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പൊ മഹേഷ് പറഞ്ഞിട്ട്, ആര് പറഞ്ഞു ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ആണ് ഫലം കണ്ടതെന്ന്? ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് മാത്രമല്ലടോ, ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് കൊണ്ടിട്ടൊന്നല്ല താൻ അമ്മയായത്. പിന്നെ എടോ, തനിക്ക് അമ്മയാനുള്ള എല്ലാ കഴിവുള്ള ഒരു പെണ്ണാടോ താൻ. മഹേഷ് എന്തൊക്കെയാ പറഞ്ഞത്? അമ്മയാവാൻ കഴിവുള്ള പെണ്ണാണ് ഞാനെന്നോ? അതെ, ഞാനിപ്പോ പറയാൻ പോണത് ഒരു ചതിയുടെ കഥയാണ്. താനിത് കേൾക്കുമ്പോ ബോധം കെട്ട് വീടാണെന്ന് പാടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ തനിക്ക് ഒരു കുഴപ്പമില്ലാത്തൊരു സ്ത്രീയാണ് താൻ. തനിക്കറിയാവോ, മനസ്സിനമ്മ ചെയ്ത ചതി കൊണ്ടാ തനിക്ക് ഇതൊക്കെ സംഭവിച്ചത്. തന്റെയും മാധവിന്റെ വിവാഹം നടക്കാതിരിക്കാൻ വർഷങ്ങൾക്ക് മുമ്പ് താന് ഖദർമണ്ഡപത്തിൽ തല കറങ്ങി വീണില്ലേ, അതും അവരുടെ എന്തോ കുതൂഹലമായിരുന്നു. താൻ അവിടെ നിന്ന് നേരെ മാധവ് തന്നെ കൊണ്ടുപോയത് ദേവിക ഡോക്ടറിന്റെ അടുത്തേക്കാ അല്ലെ? തന്നെ മാധവ് കൊണ്ടുപോയത് ദേവിക ഡോക്ടറുടെ അടുത്തേക്കാണെന്ന് മനസ്സിനിക്ക് മനസ്സിലായി. മനസ്സിനെ അവരെ വിളിച്ചു പൈസ വാഗ്ദാനം ചെയ്തു. അവര് തന്നോട് കള്ളം പറഞ്ഞു. ഇഷിത് അതിനെ കുറിച്ച് ആലോചിക്കാട്ടോ, ദേവിക കള്ളം പറഞ്ഞതിനെ കുറിച്ചൊക്കെ. മഹേഷ് ഇത് എങ്ങനെ അറിയാം? അതെ, താൻ ദേവിക ഡോക്ടറെ കുറിച്ച് ചില സംശയങ്ങളൊക്കെ എന്നോട് ഇടക്ക് പറയാറില്ലേ? ഞാനത് തന്റെ മുമ്പിൽ കാണിച്ചില്ലെങ്കിലും എന്റെ മനസ്സിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു. അവരെ ഞാൻ വിളിച്ചു വരുത്തി വീട്ടിലേക്ക് കാര്യങ്ങൾ ചോദിച്ചു. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരെന്നോട് സത്യങ്ങൾ പറഞ്ഞു. ഇഷിതക്ക് ഒരു കുഴപ്പമില്ല, അന്ന് അവർ തന്നോട് ഒരു ക്രൂരത ചെയ്തതാണെന്ന്. എടോ, തനതോത്ത് വിഷമിക്കൊന്നും വേണ്ട. ഇനി ഒരു കാര്യം തന്നെ ആലോചിച്ച് നോക്ക്. അതുകൊണ്ടിട്ടല്ലേ എടോ നമുക്ക് ഇപ്പൊ ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നത്, നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റുന്നത് ആ ഒരു നുണ പറഞ്ഞതുകൊണ്ടിട്ടല്ലേ? അതുകൊണ്ട് അതൊക്കെ താൻ വിട്ടുകളയടോ. ഇഷിതക്കുള്ളതാ മഹേഷ്. അതിനു വേണ്ടി കാലം കാത്തുവച്ചതാ ഇഷിതന് ഇത്രയും നാള് മഹേഷിന്റെ ആവാനായിട്ട്. താൻ അങ്ങനെ വിചാരിച്ചാ മതി ഇതിന് എന്ന് പറഞ്ഞിട്ട് പറയാണ് മഹേഷ്. ഇഷിത മഹേഷിനെ കെട്ടിപ്പിടിച്ച് അങ്ങനെ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രചനേനെയാണ്. രചനനെ കാണാൻ വേണ്ടി മഞ്ജിമ വന്നിരിക്കട്ടോ. മഞ്ജിമ ചോദിക്കുന്നുണ്ട് മഞ്ജിമ അടുത്ത്, എടി നീ എന്താ എന്നെ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞത്? അല്ല, ഫോണിൽ കൂടി നീ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഓ, നീ എത്ര കൃത്യമായിട്ടാ മനസ്സിലാക്കിയത് അവിടെ വിശേഷം ഉണ്ടോന്ന്? അവിടെ വിശേഷമുണ്ട്. എന്ത് വിശേഷം ഉള്ളത്? അതോ മഹേഷിന്റെ മിഷിതയുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വരാൻ പോകുക. കുഞ്ഞു വരാനോ? അവരെന്താ വല്ല കുഞ്ഞിനെ ദത്തെടുക്കാൻ പോവാണോ? എന്റെ പൊട്ടി, നീ ഇത്ര പൊട്ടിയാണോ രചനെ? അവര് കുഞ്ഞെ ദത്തെടുക്കുന്നല്ല, ഇഷിത പ്രഗ്നന്റ് ആണെന്ന്. ഇതെങ്ങനെ സംഭവിച്ചു? മഹേഷ് കിടപ്പിലായിരുന്നില്ലേ? കിടപ്പിലൊക്കെ ആയിരുന്നു, പക്ഷെ കാര്യം നടന്നു, അത്ര തന്നെ. അവളെ പ്രഗ്നന്റ് ആണ്. മഹേഷ് കിടപ്പിലായോണ്ട് ആ സമയത്തായിരിക്കില്ല, മഹേഷിന് ആക്സിഡന്റ് സംഭവിക്കുന്ന മുമ്പേ അവരൊന്നായിട്ടുണ്ടാകും. ചിലപ്പോ ആയിരിക്കും, എനിക്കറിയില്ല. എന്തായാലും ഇഷിത പ്രഗ്നന്റ് ആണ്. പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പമില്ല, അതെനിക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് രചന പറയാണ്. നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അതെ, കുറച്ചു നാൾ മുമ്പ് ആ മനസ്സിന് എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞത്. അവരുടെ മോൻ ഇഷിതനെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടി അവരെ ഡോക്ടർക്ക് കൈക്കൂലി കൊടുത്ത് നുണ പറയിപ്പിച്ചതാ. എന്തൊരു അവസ്ഥയായത്. രചന പറയണ്ട്, അവള് ഗർഭിണി ആയെന്നല്ലേ ഉള്ളൂ, പ്രസവിച്ചിട്ടൊന്നുമില്ലല്ലോ, നമുക്ക് ഇനിയും സമയമുണ്ട്. കൂടി വന്ന 1.5 മാസം അല്ലെങ്കിൽ 2 മാസം, അതിനപ്പുറം പോയിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. ആ സമയത്ത് മഞ്ജുമ പറയണ്ട്, നീ എന്താ ഉദ്ദേശിക്കണത് രചന എന്ന് ചോദിക്കുമ്പോ, അതെ ഞാൻ ഉദ്ദേശിക്കണത് എന്താന്ന് മഞ്ജിമക്ക് മനസ്സിലായില്ലേ? മഞ്ജിമക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മഞ്ജിമേ, നിനക്ക് നിന്റെ ഭർത്താവിനോട് ഒരുമിച്ച് സുഖമായിട്ട് ജീവിക്കണ്ടേ? ഇഷിത ഉണ്ടെങ്കിൽ അതിനൊന്നും നടക്കില്ല. ഇഷിത പുറത്തേക്ക് പോകണ്ടേ? അതെ, അതായിരുന്നല്ലോ എന്റെ ആഗ്രഹം. അവൾ എപ്പോഴും മഹേഷിനെ കൂടെ ജീവിക്കുമ്പോഴും പുറത്തേക്കുള്ള വാതിൽ തുറന്നു വെച്ചിട്ടാ അവൾ ജീവിച്ചത്. പക്ഷെ ഇനിയിപ്പോ അത് നടക്കില്ലല്ലോ. അച്ഛനും അമ്മയും അവൾക്കിനി കാവലിരിക്കാൻ വേണ്ടി പോകുക. മഹേഷ് ആണെങ്കിലോ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. അവളെ കോരിയെടുത്ത് ലോകമെപ്പാട് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും അവൻ. ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല, സന്തോഷം പങ്കുവച്ച് രണ്ടിനെ തീർന്നിട്ടില്ല. എടി, നിനക്ക് എന്തേ ചെയ്യാൻ പറ്റുള്ളൂ? ഇഷിത പുറത്തായാലേ നിനക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്റെ വിഷമം വേറൊന്നുമല്ല, എന്റെ മക്കളുടെ അവസ്ഥ ആലോചിച്ചിട്ടാ ഞാൻ വിഷമിക്കണത്. എന്റെ മോളുടെ ജീവിതം എന്താകും? ഇപ്പൊ എല്ലാരും ആഘോഷിക്കണൊക്കെ ഉണ്ട്, പക്ഷെ നാളൊരു സമയത്ത് ഇഷിതയ്ക്ക് എന്റെ മോളെ വേണ്ടാതാകും. അവൾക്ക് അവളുടെ സ്വന്തം കുഞ്ഞിനെ മതിയായിരിക്കും. പിന്നെ എന്റെ മോളുടെ അവസ്ഥ എന്താവും? അതൊക്കെ ആലോചിച്ചിട്ടാ എനിക്ക് വിഷമം. മഞ്ജുമേ, ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. നീ വിചാരിച്ച ഇനിയും പലതും നടക്കും. നീ ഉദ്ദേശിക്കുന്നത് അലസിപ്പിക്കണമെന്നാണോ? അതെ, അത് തന്നെ. അതെങ്ങനെയാണ് നീ പറയണത്? അതൊക്കെ പറ്റും, നീ വിചാരിച്ച പലതും പറ്റും. നിനക്ക് മാത്രമേ ഇനി പറ്റുള്ളൂ. എനിക്കറിയില്ല. നിനക്ക് പറ്റും, നീ വിചാരിച്ച എല്ലാം നടക്കും. ശരിയാ, ഇഷിത അവിടുന്ന് പോണം, അതിനുവേണ്ടി എന്തും ചെയ്യും ഈ മഞ്ജിമ എന്ന് മഞ്ജിമ പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത്
ഇഷിത സ്വപ്ന വലിയെടുത്ത് രാമനാഥനോടും അതുപോലെ തന്നെ മഹേഷിനോടും പറയുന്നുണ്ട്, എന്റെ വയറ്റിലുള്ളത് എന്റെ മൂന്നാമത്തെ കുഞ്ഞാണ്. ചിപ്പി ആദി എന്റെ മക്കൾ തന്നെയാണ്. ആദ്യം എന്നിൽ നിന്ന് അകന്നു നിന്നാലും അവൻ എന്റെ മകൻ തന്നെയാണ്. അവൻ എത്രയും പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. ഈ ഇഷിത പ്രഗ്നന്റ് ആണെന്ന് അറിയുമ്പോഴേക്കും ചിപ്പി സന്തോഷത്തോടെ ഇഷിതനെ വന്ന് കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ സന്തോഷ വാർത്ത ആദിനെ വിളിച്ച് പറയാണ് ഇഷിത. ഇത് കേൾക്കുമ്പോൾ ആദ്യ പൊട്ടിക്കരയാട്ടോ സന്തോഷം കൊണ്ട്. അതായത് തനിക്കൊരു കുഞ്ഞനിയനോ അനിയത്തിയോ കൂടി ഉണ്ടാവാൻ പോണല്ലേ. ഇത്ര നാള് ചിപ്പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അതിന് തൊട്ട് പിന്നാലെ വേറൊരു കുഞ്ഞുവാവയും കൂടി വരാൻ പോണോ. അതിന്റെ സന്തോഷം ആദിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. ഇഷിത വേറൊരു വാക്കും കൂടി ആദിക്ക് കൊടുക്കുന്നുണ്ട്. ഈ കുഞ്ഞ് ജനിക്കുന്ന മുമ്പ് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കും മോനെ എന്നും കൂടി പറയാണ്. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാട്ടോ പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്. എല്ലാവർക്കും ടേക്ക് കെയർ. ബൈ ബൈ.